ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം 30-ാം അധ്യായം. ഇപ്പം നമ്മൾ ഇന്നലെ 28-ലാണ് നിർത്തിയത് അല്ലേ? ഇപ്പോൾ ഭഗവാൻ ബലഭദ്രരും കൃഷ്ണനും കൂടെ കൂടി യദുക്കളെയൊക്കെ ഒടുക്കി അല്ലേ? അതിന് ശേഷം ബലഭദ്രർ ശരീരം ഉപേക്ഷിച്ച കണ്ടപ്പോൾ യദുക്കളെല്ലാം ബലഭദ്രൻ ഭഗവാനുടെ തല്ലിക്കൊന്നു സാരം. ബലഭദ്രന് ശേഷം സമാധി അടഞ്ഞു സമുദ്രക്കരയിൽ ഒരിടത്ത് അല്ലേ? മഹാസമാധി അടഞ്ഞു. ബലഭദ്രർ ശരീരപേക്ഷിച്ച് കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണനും ഒരു ആൽമരത്തിൻ്റെ കീഴിൽ ചൂട്ടിൽ വെറും നിലത്ത് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നു. ഭഗവാന്റെ ദേഹത്തുനിന്ന് ഒരു മഹാകാന്തി ഇങ്ങനെ ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ആ ഉജ്ജ്വലിക്കുന്ന പ്രഭ കൊണ്ട് 4 ദിക്കുകളും 8 ദിക്കുകളും തീ എങ്ങനെയാ 8 പ്രകാശിപ്പിക്കണ വലിയൊരു അഗ്നികുണ്ഠം, വലിയ തീ, സൂര്യൻ അതുപോലെ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ട് 4 കൈയുള്ള ദേഹത്തെ വഹിച്ചുകൊണ്ടാണ് ഭഗവാൻ അപ്പോൾ ഇരുന്നത്. അപ്പോൾ ഭഗവാന്റെ കാന്തിയാൽ ദിക്കുകൾ ഇങ്ങനെ ഉജ്ജ്വലിച്ചുകൊണ്ടിരുന്നു. ആ പ്രഭയാൽ പുകയില്ലാത്ത തീനെപ്പോലെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറയണ ഭഗവാൻ. പുകയുണ്ടെങ്കിലല്ലേ ആ പ്രഭയ്ക്ക് ഇത്തിരി കളങ്കം ഉണ്ടാവുള്ളൂ. പുകയില്ലെങ്കിൽ ആ പ്രഭയ്ക്ക് കളങ്കമശേഷം ഉണ്ടാവില്ലല്ലോ. അതുപോലെ ശ്രീവത്സാംഗം ഘനശ്യാമം തപ്രഹാടകവർച്ചസം കൗശേയാംബരയുഗ്മേന പരിവീതം സുമംഗളം. ശ്രീവത്സാംഗം, ശ്രീവത്സാവണ അടയാളമുള്ളതും ഘനശ്യാമം മേഘം പോലെ ശ്യാമള നിറവും തപ്രഹാടകവർച്ചസം പഴുപ്പിച്ച പൊന്നുപോലെ ശോഭയുള്ളതും കൗശേയാംബരയുഗ്മേന 2 പട്ടുവസ്ത്രങ്ങളാൽ പരിവീതം ചുറ്റപ്പെട്ടും സുമംഗളം കല്യാണം മംഗളം ജനിപ്പിക്കണമായിരുന്നു എന്ന് പറയുക. ഭഗവാന്റെ തിരുമാറിൽ ശ്രീവത്സം എന്നുള്ള അടയാളം ഉണ്ടായിരുന്നു. മേഘം പോലെ അല്ലേ? വെണ്ണ പോലെ അത്ര മൃദുവായിട്ടുള്ള ശ്യാമള നിറം. കാർമേഘം എങ്ങനെയാണ്, എത്ര മൃദുവാണ് അതുപോലെ മൃദുവായിരുന്നു ഭഗവാന്റെ ശരീരവും ആ നിറവും. പഴുപ്പിച്ച സ്വർണം പോലെ അല്ലേ ഉള്ള ഒരു കാന്തി, സ്വർണ്ണവർണ്ണമുള്ള ആ കാന്തി ഭഗവാന്റെ ശരീരത്തു നിന്നിങ്ങനെ കളങ്കമില്ലാത്ത കാന്തി ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഉടുത്തതും ഉത്തരീയവും ആയിട്ട് ഉപയോഗിച്ച 2 പട്ട് ഭഗവാന്റെ ദേഹത്ത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത്ര അതിമനോഹരായിരുന്നു ആ ഭഗവത് ദേഹം. ഇനിയുണ്ട് കേട്ടോ പലതും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇത്ര മനോഹരായിരുന്നു ദേഹം എന്ന് പഠിച്ചു നമ്മൾ. ഇനി അടുത്തത് സുന്ദരസ്മിതവക്ത്രാബ്ജം നീലകുന്തളമണ്ഡിതം പുണ്ഡരീകാഭിരാമാക്ഷം സ്ഫുരൻ മകരകുണ്ഡലം. ഭഗവാനെ വർണ്ണിച്ചാൽ വേദവ്യാസർക്കോലും ഭഗവാനെ വർണ്ണിക്കാൻ സാധ്യമല്ല. സുന്ദരസ്മിതവക്ത്രാബ്ജം, മനോഹരായിട്ടുള്ള ആയിട്ടുള്ള മുഖപങ്കജം, നീലകുന്തള മണ്ഡിതം, നീല നിറമുള്ള തലമുടിയാൽ അലങ്കരിക്കപ്പെട്ടായിരുന്നു ആ മുഖപങ്കജം. പുണ്ഡരീകാഭിരാമാക്ഷം, താമരപ്പൂ പോലെ അതിമനോഹരായിട്ടുള്ള ആ കണ്ണ്. സ്ഫുരൻ മകരകുണ്ഡലം, പ്രകാശിക്കണ മകരകുണ്ഡലം. ഭഗവാന്റെ ആ തിരുമുഖം താമരപ്പൂ പോലെ അതിമനോഹരവും ആ രമ്യമായിട്ടുള്ള മന്ദഹാസത്തോട് ചേർന്നപ്പോൾ ആ താമരപ്പൂലുള്ള തിരുമുഖം ആ രമ്യമായിട്ടുള്ള മന്ദഹാസത്താൽ അലങ്കരിക്കപ്പെട്ടും ആ തിരുമുഖത്ത് നീല നിറമുള്ള ഒരു തലമുടി ഒരു വിശേഷ കാന്തി ജനിപ്പിച്ചും കൊണ്ടും ആ തൃക്കണ്ണുകൾ താമരപ്പൂ പോലെ വികസിച്ച് അതിമനോഹരങ്ങളായിട്ടും
ഇരുന്നിരുന്നു. കാതുകളിലോ ഭഗവാന്റെ മകരകുണ്ഡലവും പ്രകാശിച്ചിരുന്നു. കടിസൂത്ര ബ്രഹ്മസൂത്ര കിരീടകടകാംഗതൈ ഹാരനൂപുര മുദ്രാഭി കൗസ്തുഭേന വിരാജിതം. കടിസൂത്ര ബ്രഹ്മസൂത്ര കിരീടകടകാംഗതൈ അരഞ്ഞാൺ പൂണൂല് കിരീടം തോൾവള കൈവള ഇവയാലും ഹാരനൂപുരമുദ്രാഭിമുത്തുമാല കാൽച്ചലമ്പ് മോതിരങ്ങൾ ഇതൊക്കെ കൊണ്ടും കൗസ്തുഭേന കൗസ്തുഭത്താലും വിരാജിതം പ്രകാശിച്ചിരുന്നു എന്ന് പറയുക. ഇപ്പോൾ ഭഗവാന്റെ ആ തിരുമേനിയിൽ അരഞ്ഞാണുണ്ടായിരുന്നു, പൂണൂലുണ്ടായിരുന്നു, കിരീടം, കടകവള, കൈവള, മുത്തുമാല, കാൽച്ചിലമ്പ്, മോതിരങ്ങൾ, കൗസ്തുഭം ഈ വഹ അലങ്കാരങ്ങളാലും ആ തിരുമേനി ശോഭിക്കപ്പെട്ടതായിരുന്നു. വനമാല പരീതാംഗം മൂർത്തിമദ്ഭിർ നിജായുധൈ കൃത്വോരൗ ദക്ഷിണേ പാദം ആസീനം പങ്കജാരുണം. വനമാല പരീതാംഗം വനമാലയാൽ വ്യാപിക്കപ്പെട്ട ശരീരത്തോടു കൂടിയും മൂർത്തിമദ്ഭൈ സ്വരൂപം എടുത്ത നിജായുധൈ സ്വന്തം ആയുധങ്ങളാണ്. അപ്പോൾ ഭഗവാന്റെ ആയുധങ്ങൾ സ്വരൂപം ധരിച്ചിട്ട് ദേവതാ സ്വരൂപം ധരിച്ച് ചുറ്റും നിൽക്കണ്ടായിരുന്നു. സ്വന്തം ചൂഴപ്പെട്ടും ചുറ്റപ്പെട്ടും ദക്ഷിണൈ വലത്തെ ഊരവ് തൊടയിൽ പങ്കജാരുണം താമരപ്പൂ പോലെ തുടുത്ത പാദം, ഇടത്തെ പാതേ വലത്തെ കാലിൻ്റെ തൊടയിൽ വലത്തെ കാലിൻ്റെ താമരപ്പൂ പോലെ തുടുത്ത ആ പാദം ഇടത്തെ കാലിൻ്റെ തൊടയിൽ വച്ചിട്ട് ആണ് ഭഗവാൻ ഇരുന്നത്. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ വനമാല വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ തിരു ആയുധങ്ങൾ മുഴുവനും സർവരും ദേവതാസ്വരൂപം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ദേവതാസ്വരൂപം സ്വീകരിച്ചിട്ട് ഭഗവാന്റെ ചുറ്റും നിന്നിങ്ങനെ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇങ്ങനെയുള്ള മഹാകാന്തിയോടുകൂടിയ ഭഗവാൻ തൻ്റെ ചെന്താമരപ്പൂ പോലെയുള്ള ഇടതുകാലിൻ്റെ തൃപ്പാദം വലത്തെ തുടയുടെ മീതെ വച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. മുസല അവശേഷായ ഖണ്ഡകൃതേഷുർ ലുബ്ധഗൂജരാ മൃഗസ്യാകാരം തച്ചരണം വിവ്യാധ മൃഗശങ്കയാം. മുസല അവശേഷായ ഖണ്ഡകൃതേഷുർ ലുബ്ധഗൂജരാ മൃഗസ്യ ആകാരം തച്ചരണം വിവ്യാധ മൃഗശങ്കയ. മുസല അവശേഷായ ഖണ്ഡകൃതേഷു മുസലത്തിൻ്റെ ബാക്കിയുള്ള ഇരുമ്പ് കഷ്ണത്താൽ ബാണം ഉണ്ടാക്കിച്ച ജര എന്നു പേരായിട്ടുള്ള ലുബ്ധകവ്യാധനെ മൃഗസ്യാകാരം മൃഗത്തിൻ്റെ മുഖം പോലെ ഇരിക്കുന്ന തച്ചരണം ആ തൃപ്പാദത്തെ ചരണാരവിന്ദത്തെ മൃഗം എന്നുള്ള മാനാന്ന് ധരിച്ച് വിവ്യാധ വേദിച്ചു. അപ്പോൾ ആ ഒലക്ക രാഗി യതുക്കൾ അവസാനം ഒരു കുഞ്ഞു കഷ്ണം അവശേഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അത് രാകാൻ പറ്റിയില്ല, കൈപ്പിടിക്കാൻ പറ്റാണ്ടേ ആ ഇരുമ്പ് കഷ്ണം സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞിരുന്നൂല്ലോ. അത് ഒരു മീൻപിടുത്തക്കാരൻ കിട്ടി. ആ മീൻപിടുത്തക്കാരൻ ആ ഇരുമ്പിൻ്റെ കഷ്ണം ഈ വേടന് വിറ്റു. ജര എന്നായിരുന്നു ആ വേടൻ്റെ പേര്. ആ ഇരുമ്പും കഷ്ണം കൊണ്ട് അദ്ദേഹം ഒരു ബാണം ഉണ്ടാക്കി. ആ ബാണം കയ്യിൽ പിടിച്ചുകൊണ്ട് നായാടി നടക്കണ ജരാന്ന് പേരായിട്ടുള്ളൊരു വേടൻ ഭഗവാന്റെ തൃപ്പാദം ആണ് ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ, ആ ഭഗവത് ചരണാരവിന്ദത്തെ കണ്ടപ്പോൾ മാനിൻ്റെ മുഖം, ഒരു മൃഗത്തിൻ്റെ മുഖം എന്നുള്ള ശങ്ക ജനിക്കാൽ ആ തൃപ്പാദത്തിന് നേരെ അങ്ങോട്ട് ബാണം പ്രയോഗിച്ചു. ചതുർഭുജം തം പുരുഷം ദൃഷ്ട്വാ സകൃത കിൽബിഷാ ഭീത പപാദശിരസ പാദയൂർ അസുരദ്വിഷ. ചതുർഭുജം 4 കൈകളുള്ള തം പുരുഷമാ ഭഗവാന്
കൃതകിൽബിഷ പാപം ചെയ്ത സ അവൻ ദൃഷ്ട്വാ കണ്ടിട്ട് ഭയപ്പെട്ട് അസുരദ്വിഷാസുരന്മാരെ ശിക്ഷിക്കണോ എൻ്റെ പാദയൂതൃപാദങ്ങളിൽ ശിരസുകൊണ്ട് പപാത വീണു. അസ്ത്രം പ്രയോഗിച്ച് ഉടനെ ലക്ഷ്യത്തിൻ്റെ സമീപം എത്തിയ ജരാന്ന് പേരായിട്ടുള്ള വേടനെ 4 ബാഹുക്കളോട് കൂടിയിരിക്കണ കൈയോട് കൂടിയിരിക്കണ ഭഗവാനെ അങ്ങോട്ട് കണ്ടപ്പോൾ അഹോ മഹാപാപം ഞാൻ ചെയ്തൂലോ എന്നുള്ള ഭയത്തോടു കൂടി ദുഷ്ടന്മാരെ സംഹരിക്കാൻ അവതരിച്ച ശ്രീ ഭഗവാന്റെ തൃപ്പാദത്തിങ്കൽ അങ്ങോട്ട് വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു. അജാനതാകൃതമിതം പാപേന മധുസൂദന ക്ഷന്തുമർഹസി പാപസ്യം ഉത്തമശ്ലോകമേ അനഘ. ഉത്തമ കീർത്തിയോടുകൂടിയോനെ അനഘ നിർമ്മല മധുസൂദന മധുവിനെ സംഹരിച്ചോനെ അജാനത അറിവില്ലാത്ത പാപേന പാപനായിട്ടുള്ള മയ എന്നാൽ ഇത് കൃതം ചെയ്യപ്പെട്ട മേ എൻ്റെ പാപത്തെ ക്ഷന്തും ക്ഷമിക്കാനായിക്കൊണ്ട് അങ്ങ് അർഹനാണ്. ഉത്തമ കീർത്തിയോടുകൂടിയ നിർമ്മലനായിട്ടുള്ള മധുവിനെ സംഹരിച്ച ജഗന്നാഥ, അറിവില്ലാത്ത പാപിയായിട്ടുള്ള ഞാൻ ചെയ്ത ഈ പാപം അപരാധം അങ്ങ് ക്ഷമിക്കാൻ യോഗ്യനാണേന്ന് പറയാക്കാകെ വയ്യാണ്ടായി. വേടനാണെങ്കിൽ എന്താ യസ്യാനുസ്മരണം നൃയൂണാം അജ്ഞാനാധ്വാന്തനാശനം വദന്തി തസ്യ തേ വിഷ്ണു മയാ സാധു കൃതം പ്രഭു. യസ്യ യാതിരത്തിൻ്റെ അനുസ്മരണം നിരന്തര ധ്യാനം നൃയൂണാം മനുഷ്യർക്ക് അജ്ഞാനാധ്വാന്തനാശനം അറിവില്ലായ്മ അവണ ഇരുട്ടിനെ നശിപ്പിക്കണമായിട്ട് വദന്തി പറയണു പ്രഭു ഈശ്വര വിഷ്ണു വ്യാപനശീല സർവവ്യാപി തസ്യതേ ആ നിന്തിരുവടിക്ക് മയ എന്നാൽ അസാധു വിരോധം ചെയ്യപ്പെട്ടു. സർവവ്യാപിയായിട്ടുള്ള മഹാപ്രഭു ഭഗവാനെ അങ്ങേ സർവദാ സ്മരിക്കണോരെ അജ്ഞാനാന്ധകാരം നശിപ്പിക്കണ അങ്ങേ സർവദാ സ്മരിച്ചാൽ ആ ജീവാത്മാവിൻ്റെ അജ്ഞാനാന്ധകാരം സർവവും നശിക്കുമെന്ന് മഹാന്മാർ പറയണു. ആ വിധം മഹാനുഭാവനായിട്ടുള്ള തിരുവടിയുടെ നേരെ ഞാൻ ഈ പാപം ചെയ്തൂലോ ഭഗവാനേ എന്ന് പറയുക. തന്മാശുജഹി വൈകുണ്ഠ പാപ്മാനം മൃഗലുബ്ധകം യഥാ പുനരഹം ത്വേവം ന കുര്യാം സദതിക്രമം. വൈകുണ്ഠ വിഷ്ണു തത് അതുകൊണ്ട് പാപ്മാനം പാപം ചെയ്തോനും മൃഗലുബ്ധകം മൃഗങ്ങളെ ഹനിക്കണോനുമായിട്ടുള്ള മാ എന്നെ ആശുവേഗത്തിൽ ജഹി ഹനിക്കണേ ഭഗവാനെ. അഹം തു ഞാനാവട്ടെ പിന്നെ ഏവം ഇപ്രകാരം സദതിക്രമം സജ്ജനങ്ങളുടെ നേരെ അതിക്രമം യഥാന കുര്യം ഏതു വിധം ചെയ്യാണ്ടിരിക്കൂ ഭഗവാനെ ശ്രീഹരി വിഷ്ണു. ഏതൊരു വിധം ശിക്ഷ ഞാൻ അനുഭവിച്ചാൽ സജ്ജനങ്ങളുടെ നേരെ ഇതുപോലെയുള്ള അതിക്രമം ഇനി ചെയ്യാണ്ടിരിക്കൂ. പാപിയും മൃഗഹിംസകനായിട്ടുള്ള എന്നെ ആ വിധം വധിക്കണേന്ന് ഭഗവാനോട് പറയുകയാണ്. യസ്യാത്മയോഗരചിതം ന വിദുർവിരിഞ്ചൂ ധ്രാതയോസ്യതനയാ പദയോഗിരാം ഹീം ത്വന്മായയാ പിഹിതദൃഷ്ടയേതദഞ്ച കിം തസ്യ ദേവയമസദ്ഗതയോ ഗൃണീമാം. യസ്യാത്മയോഗരചിതം ന വിദുർവിരിഞ്ചോ രുദ്രാദയോസ്യതനയാ പദയോഗിരാമ്യീം ത്വന്മായയാ പിഹിതദൃഷ്ടയേതദഞ്ച കിം തസ്യ ദേവയമസദ്ഗതയോ ഗൃണീമ. യസ്യ യാതിരത്തിൻ്റെ ആത്മയോഗരചിതം സ്വശക്തിയാൽ ചെയ്യപ്പെട്ടതിനെ വിരിഞ്ച ബ്രഹ്മാവും അസ്യ ഇവൻ്റെ തനയ പുത്രന്മാരായിട്ടുള്ള രുദ്രാദയ രുദ്രൻ മുതലായൂരും ഗിരാമ്പതയ വാക്കുകളുടെ അധിപന്മാരായിട്ടുള്ള മറ്റുള്ളവരും തന്മായയ അങ്ങയുടെ മായയാൽ പിഹിതദൃഷ്ടയ മറയ്ക്കപ്പെട്ട കണ്ണോട് കൂടിയവരായിട്ട് എന്നാ വിധു അറിയണില്ല. തസ്യതേ ആ അങ്ങയുടെ ഇതിനെ അസദ്ഗതയ പാപികളായിട്ടുള്ള ഭയം ഞങ്ങൾ 5 ശരിയായിട്ട് കിം ഗൃണീമ എങ്ങനെയാ വർണ്ണിക്കുക. ബ്രാഹ്മണ ശാപം കൊണ്ടാണ് ഈ വിധം ഭവിച്ചത്, നിൻ്റെ കുറ്റല്ല എന്ന് പറയണ. പക്ഷേ അങ്ങക്ക്
ബ്രാഹ്മണ ശാപം എങ്ങനെ ഏൽക്കുന്ന പറയുകയാണ്. ആര്? ആ വ്യാധന് പോലും അറിയാം സാക്ഷാൽ പരബ്രഹ്മാണ് ഭഗവാൻ. ബ്രഹ്മാവിനും രുദ്രനും ഇന്ന് വേണ്ട കർത്താക്കന്മാരായിട്ടുള്ള പല മഹർഷിമാർക്കും അങ്ങയുടെ വൈഭവം അറിയാൻ സാധ്യമല്ല. നിന്തിരുവടിയുടെ മായ അവരെപ്പോലും മോഹിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹിംസ ആദിയായിട്ടുള്ള ക്രൂരവ്യാപാരങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നെപ്പോലെയുള്ള പാപികൾക്ക് ഭഗവത് മഹിമ എങ്ങനെ അറിയാൻ കഴിയുക? ഭഗവാനീ ശ്രീ ഭഗവാൻ ഉവാച മാ ഭൈർജരേ ത്വമുത്തിഷ്ഠ കാമയേഷ ക്രതോ ഹി മേ യാഹി ത്വം അതനുജ്ഞാത സ്വർഗം സുഹൃതിനാം പദം ജരേ. ഹേ ജരേ ത്വം നീ മാ ഭയപ്പെടേണ്ട, ഉത്തിഷ്ഠ എഴുന്നേറ്റുള്ളൂ. മേ എൻ്റെ ഏഷകാമയ്യ ആഗ്രഹം കൃത ചെയ്യപ്പെട്ടു, മതനുജ്ഞാത എന്നാൽ അനുവദിക്കപ്പെട്ട്, സുഹൃതിനാം സുഹൃതികളുടെ പദം സ്ഥാനമായിട്ടുള്ള സ്വർഗത്തെ നീ യാഹി പ്രാപിച്ചോളൂ എന്ന് ഭഗവാൻ പറയുകയാണ്. ഭഗവാൻ പറയുക, ഹേ ജരേ നീ ഭയപ്പെടണ്ട, എഴുന്നേറ്റോളൂ. ഈ പ്രവൃത്തി നീ ചെയ്തത് എൻ്റെ സങ്കല്പം അനുസരിച്ചാണ്. അതുകൊണ്ട് നീ നിനക്ക് എന്നെ ഭജിച്ച ഫലം സിദ്ധിച്ചേക്കുന്നു. പുണ്യവാന്മാരുടെ സ്ഥാനമായിട്ടുള്ള സ്വർഗത്തിലേക്ക് നീ പൊക്കോളൂ, അത് ഞാൻ നിന്നെ അനുവദിച്ചേക്കണു. ഇത്യാദിഷ്ടു ഭഗവതാ കൃഷ്ണേനേച്ഛാ ശരീരിണ ത്രിപരിക്രമ്യതം നത്വാ വിമാനേന ദിവം യയൗ. ഇച്ഛാശരീരിണ ഇച്ഛയാൽ സ്വേച്ഛയാൽ സ്വീകരിച്ച ശരീരത്തോടു കൂടിയ ഭഗവാനായിട്ടുള്ള കൃഷ്ണനാൽ ഇത് ഇപ്രകാരം ആദിഷ്ട കൽപ്പിക്കപ്പെട്ട അവൻ 3 പ്രാവശ്യം താൻ കൃഷ്ണനെ പരിക്രമ്യ പ്രദക്ഷിണ അങ്ങോട്ട് ചെയ്തിട്ട് നത്വ നമസ്കരിച്ച് വിമാനത്തിൽ കയറി ദിവം സ്വർഗത്തെയോ പ്രാപിച്ചു എന്ന് പറയുകയാണ്. സ്വന്തം ഇഷ്ടം അനുസരിച്ച് വിശ്വം മുഴുവനും രക്ഷിക്കാനായിട്ട് ശരീരം എടുത്ത് ആ കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വിധം അങ്ങോട്ട് കൽപ്പിച്ചപ്പോൾ ജര ഭഗവാനെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഉടനെ സമീപത്ത് തയ്യാറായിട്ട് നിൽക്കുന്ന വിമാനത്തിൽ കയറിയിരുന്ന ആ വ്യാധൻ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയി. ദാരുക കൃഷ്ണപദവീം അന്വിച്ഛന്നധിഗമ്യതാം വായും തുളസികാമോദം ആഘ്രായാഭിമുഖം യയൗ. ദാരുകൻ കൃഷ്ണപദവിയും ഭഗവാൻ പോയ മാർഗത്തെ അന്വേഷിച്ച് താം അതിനെ അധിഗമ്യ അറിഞ്ഞ് തുളസികാമോദം തുളസിഗന്ധമുള്ള വായുവിനാഘ്രായ മണത്തറിഞ്ഞ് അഭിമുഖ എതിർമുഖമായിട്ട് യയോ പ്രാപിച്ചു. ശ്രീ ഭഗവാന്റെ സാരഥിയായിട്ടുള്ള ദാരുകനെ ഭഗവാനെ കാണാണ്ട് തെരഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ ഭഗവാൻ ധരിച്ച തുളസിമാലയിൽ തട്ടി വരുന്ന ആ വായുവിൻ്റെ ഗന്ധം ഏത് ദിശയെന്നാണ് വരുന്ന ആ ദിശയിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ സഞ്ചരിച്ച് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് എത്തിച്ചേർന്നു. തത്ര തം തിഗ്മദ്യുഭിരായുധൈർവൃതം അശ്വത്ഥമൂലേ കൃതകേതനം പതിം സ്നേഹപ്ലുതാത്മാനിപപാദപാദയോ രഥാദവപ്ലുത്യസ ബാഷ്പലോചനാഃ തം തത്ര തിഗ്മദ്യുഭിരായുധൈർവൃതം അശ്വത്ഥമൂലേ കൃതകേതനം പതിം സ്നേഹപ്ലുതാത്മാനിപപാദപാദയോ രഥാദവപ്ലുത്യസ ബാഷ്പലോചനാം. തത്ര അവിടെ തിഗ്മദ്യുഭി സൂര്യപ്രഭ പോലെയുള്ള പ്രഭയോടുകൂടി ആയുധങ്ങളാൽ വ്രതം ചുറ്റപ്പെട്ടും അശ്വത്ഥമൂലി ആലിൻ്റെ ചുവട്ടിൽ കൃതകേതനം വസിക്കുന്നവനുമായിട്ടുള്ള തം പതിയും ആ സ്വാമിയെ കണ്ടിട്ട് സ്നേഹത്താൽ ദ്രവിച്ച മനസ്സോടുകൂടിയവനും ബാഷ്പലോചന കണ്ണീരെറിഞ്ഞവനുമായിട്ട് രഥാത്തേരി നവപ്ലുത്യ ചാടി സ അവൻ പാതയോ കാലകളിൽ നിപപാത നമസ്കരിച്ചു. അവിടെ ദാരുകനെത്തിയപ്പോഴേ ശംഖചക്രാദികളായിട്ടുള്ള ഭഗവത് ആയുധങ്ങളൊക്കെ ദേവതാസ്വരൂപം സ്വീകരിച്ചിട്ട് ഭഗവാന്റെ 4 ഭാഗത്തു നിന്ന് സേവിക്കുന്നു. ആലിൻ്റെ ചുവട്ടിൽ ഈ സ്ഥിതിയിലിരിക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ ദാരുകൻ്റെ മനസ്സിൽ സ്നേഹം അങ്ങോട്ട് വർദ്ധിച്ച്
ഹൃദയം ദ്രവിച്ച് കണ്ണിൽ വെള്ളം നിറഞ്ഞ് തേരീന്ന് അങ്ങോട്ട് ചാടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അങ്ങോട്ട് ചെന്ന് ദാരുകൻ നമസ്കരിച്ചു. നമ്മളപ്പോൾ ഇന്ന് 43 നിർത്തിയിട്ട് നാളെ 42 നിർത്തിയിട്ട് നാളെ 43 തുടങ്ങും. ശ്രീഹരി നമ ശ്രീഹരി നമ ശ്രീഹരി നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.